ഒരു നടപടിക്രമം നടന്നതിൽ വീഴ്ച ഉണ്ടാക്കിയ അങ്ങനെ തോന്നണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല അങ്ങനെ തോന്നേണ്ട കാര്യമില്ല, കാര്യം അങ്ങനെ വിലയിരുത്തലില്ല. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളൊരു സീനിയർ അല്ലേ, 20 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കൗൺസിലർ അല്ലേ. അങ്ങനെ സാധാരണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഞാൻ വക്കാലത്തെടുക്കുന്ന ആളല്ല. പക്ഷെ ബോധ്യമുള്ള കാര്യങ്ങൾ കൗൺസിൽ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വക്കാലത്തെടുത്തതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നന്നായിട്ട് അധ്വാനം ചെയ്ത തൊഴിലാളികളെ ചെയ്തില്ല എന്ന് അങ്ങ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിന്തിക്കുക പോലും ചെയ്യരുത്. അതെ, വാടക ഇനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? പക്ഷേ സാറേ, ദയവ് ചെയ്ത് ലൈഫ് എന്നുള്ളത് ഒന്നുകിലും നിങ്ങൾ എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നപ്പോഴും എനിക്ക് കോള് വന്നിട്ടുണ്ട്, 2 മാസമായി കൊടുത്ത വാർദ്ധക്യ പെൻഷന് ഇതുവരെ ഒരു അറിവില്ല എന്ന് പറഞ്ഞിട്ട്. സ്വകാര്യമല്ല, നമ്മളെ കെട്ടിടം അല്ലല്ലോ, പിന്നെന്തിനാ സ്വകാര്യ കെട്ടിടം? അത് പറയുന്നില്ലേ സ്വകാര്യ കെട്ടിടം. അപ്പൊ ഈ പ്രൈവറ്റും സ്വകാര്യം അത് നമ്മളിൽ വരുന്നേണ്ട ആവശ്യമില്ലല്ലോ. അവർ മാറ്റി സ്ഥാപിക്കാനുള്ള അധികാരം നമുക്ക് കൊടുക്കണ്ടേ? അതെ, ഓഫീസ് സ്റ്റാഫിന് 1000 രൂപയാണ് കൊടുക്കുന്നത്. 1000 രൂപയ്ക്ക് ആരാണ് സാർ വരുന്നത്? അല്ല, ഇതിപ്പം അക്ഷയ കേന്ദ്രമാണ്, പെട്ടെന്ന് ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രം അല്ല, അത് വന്നിട്ടുണ്ടല്ലോ, അത് അപ്പുറത്തേക്ക് അതിന് തൊട്ടടുത്താണ്. അത് അമ്മമാർക്കൊക്കെ മോളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അതിന്റെ വാടക ഫിക്സ് ചെയ്യണം, മറ്റു കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യണം. വേണ്ട, ഞാൻ കുറച്ച് പതുക്കെ പറയുന്നു. നമ്മളെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 1 മുതൽ 7 വരെയുള്ള അജണ്ടകൾ കൗൺസിൽ മുമ്പാകെ. അതിൽ മേരി പുഷ്പം. കമ്മിറ്റി വരുമ്പോൾ ഏകദേശം 2 മാസത്തിൽ ഒരിക്കലെങ്കിലും കമ്മിറ്റികൾ വരും. അപ്പോൾ ആ തുക അപര്യാപ്തമാണ്, അത് കൂട്ടണം. ലോഗിൻ മാറ്റുന്ന വിഷയമാണ്. മറ്റൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. ഓക്കെ, മറ്റൊന്ന് വേണ്ട, ഞാൻ കുറച്ച് പതുക്കെ പറയുന്നു. നമ്മളെ ഈ നെട്ടയം അക്ഷയ കേന്ദ്രത്തിൻ്റെത് വട്ടിയൂർക്കാവ് ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 8, 12, 17, 18 മുക്കോല, കാച്ചാണി, 3-ാം വാർഡ്, പാപ്പാട്, ഇങ്ങനെ തുടങ്ങിയ വാർഡുകളുമായി ബന്ധപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെയാണ് വരേണ്ടത്. അവിടെ അപേക്ഷ വന്നത് അവിടെയാണ്, അത് അവിടെ തന്നെയാണ് വരേണ്ടത്. അക്ഷയ കേന്ദ്രം അതെ തന്നെ, അത് തൊട്ടപ്പുറം. അല്ല, അത് വന്നിട്ടുണ്ടല്ലോ, അത് അപ്പുറത്തേക്ക് അതിന് തൊട്ടടുത്താണ്. അത് അമ്മമാർക്കൊക്കെ മോളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്. അമ്മച്ചിമാർ 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ കുറച്ച് മാറുക. അതിപ്പം ഈ കൗൺസിൽ അങ്ങ് പാസ്സാക്കിയാൽ മതിയല്ലോ. കൗൺസിൽ പാസ്സാക്കിയതിന് കുഴപ്പമെന്താ? പറയൂ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മറുപടി പറഞ്ഞു തുടങ്ങിയത് ഇപ്പൊ തുടക്കം വളരെ. വികസന കമ്മിറ്റിയിൽ അക്ഷയ സെന്റർ ആയതുകൊണ്ട് അപേക്ഷ വന്നിട്ട് അത് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അതിന്റെ വാടക ഫിക്സ് ചെയ്യണം, മറ്റു കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യണം. കോർപ്പറേഷന്റെ കെട്ടിടമാണ്. അപ്പൊ അത് ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വന്ന് അവിടെ നിന്ന് വരുന്നതല്ലേ ആവശ്യമാണെങ്കിൽ. അല്ല, ഇതിപ്പം അക്ഷയ കേന്ദ്രമാണ്, പെട്ടെന്ന് ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രം അത് ആൾക്കാർക്ക് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിലവിൽ നഗരസഭയുടെ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള അപേക്ഷ വന്നു. അങ്ങനെയാണ് ആ അജണ്ട. അത് അങ്ങനല്ലേ? അങ്ങനല്ല. നഗരസഭ വട്ടിയൂർക്കാവ് സോണൽ ഓഫീസിന് എതിർവശത്ത് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അക്ഷയ സെന്ററിന്റെ നിലവിലെ കരാർ കാലാവധി കഴിഞ്ഞതിനാലും 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന കാരണത്താൽ പ്രായമായവർക്കും രോഗികൾക്കും എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടുള്ളതിനാലും പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തിക്കുന്നതിന് അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അക്ഷയ സംരംഭകരായ സ്വകാര്യമല്ല, നമ്മളെ കെട്ടിടം അല്ലല്ലോ, പിന്നെന്തിനാ സ്വകാര്യ കെട്ടിടം? അത് പറയുന്നില്ലേ സ്വകാര്യ കെട്ടിടം. അപ്പൊ ഈ പ്രൈവറ്റും സ്വകാര്യം അത് നമ്മളിൽ വരുന്നേണ്ട ആവശ്യമില്ലല്ലോ. അവർ മാറ്റി സ്ഥാപിക്കാനുള്ള അധികാരം നമുക്ക് കൊടുക്കണ്ടേ? അതെ, പ്രൈവറ്റ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അക്ഷയ സെന്റർ, ആ അക്ഷയ സെന്റർ കെട്ടിടത്തിലേക്ക് വരുന്നു. കൗൺസിൽ അംഗീകാരം കൊടുക്കണം. നഗരസഭാ കെട്ടിടത്തിലേക്കാണോ പ്രൈവറ്റ് കെട്ടിടത്തിലേക്കാണോ എന്ന് സൂചിപ്പിച്ചാൽ മതി. അല്ല, നഗരസഭ കെട്ടിടം അല്ല, പ്രൈവറ്റ് അത് വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞില്ല. പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുണ്ടെന്ന് പറഞ്ഞത് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടമാണെങ്കിൽ വേണ്ട. ക്ലാരിഫൈ ചെയ്യപ്പെട്ടു. കണ്ടിന്യൂ ചെയ്യണം.
25 പേര് ജനറൽ എന്ന് അടിച്ചപ്പോൾ മാറിപ്പോയത്. അത് കുഴപ്പമില്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കും. പക്ഷേ സാറേ, ദയവ് ചെയ്ത് ലൈഫ് എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾ എടുത്തു മാറ്റുക, അല്ലെങ്കിൽ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇത്രയും പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് ആകെ ഒരാൾക്കാണ് കിട്ടുന്നത്, ബാക്കി ആരുമില്ല. ഏകദേശം SC-യിൽ തന്നെ 92 പേരുടെ ലിസ്റ്റുണ്ട്. പക്ഷെ ലൈഫിന് വരുമ്പോഴത്തേക്കില്ല. അവരറിയണ്ടേ ലൈഫ് ഓപ്പൺ ആണ് എന്നൊക്കെ അറിയണ്ടേ. ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആർക്ക് കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്ന് അത് ചെയ്തേ പറ്റൂ. വാർഡ് കമ്മിറ്റിയിലെ ഓഫീസ് സ്റ്റാഫിന് 1000 രൂപയാണ് കൊടുക്കുന്നത്. 1000 രൂപയ്ക്ക് ആരാണ് സാർ വരുന്നത്? അപ്പോൾ അതിനൊരു 2500 രൂപയോ ഒരു 3000 രൂപയോ ആക്കുന്നതിന് വേണ്ടിയാണ് സാർ. അതൊന്ന് തീരുമാനം എടുക്കണമെന്നാണ് പറയുന്നത്. അതെ, വാടക ഇനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? സാറേ സ്റ്റാഫിന്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായി എല്ലാം കൂടെ നമ്മൾ കൂട്ടി തന്നില്ലേ. ഇനിയിപ്പം ഇത് കൂട്ടിയതും കുട്ടിയല്ല. അജിത്ത് കംപ്ലീറ്റ് ചെയ്യണം, ഓരോരുത്തരുടെ സംശയം ദൂരീകരിച്ചത്. അതുപോലെ മറ്റൊന്ന്, കഴിഞ്ഞ വർഷത്തേക്ക് അത് നിങ്ങളൊരു സീനിയർ അല്ലേ, 20 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കൗൺസിലർ അല്ലേ, എന്തിങ്ങനെ തെറ്റാൻ പാടുണ്ടോ? ഇപ്പോഴല്ലേ നമ്മൾ ഗുണഭോക്താവ് കൊടുത്തത്. ശരി, അടുത്തത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് പാസ്സാക്കാനും രണ്ടാമത്തെ തവണ കിടക്കുമ്പോൾ ആ പ്ലൈവുഡ് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കൊടുക്കുമ്പോൾ അതുകൂടി ശ്രദ്ധിച്ചു വേണം ഒന്ന് ചെയ്യാൻ. പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. അടുത്ത കഴക്കൂട്ടം കൗൺസിലർ. നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സോണലുകൾക്ക് കഴക്കൂട്ടത്ത് ഏകദേശം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ അപേക്ഷ കൊടുത്ത് 6 മാസത്തോളം പിന്നിടുകയാണ്. ഇതുവരെ അവിടെയുള്ള ആരുടെയും ആ സോണലിനകത്ത് വരുന്ന കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, ഇപ്പോഴത്തെ പുതുതായിട്ട് വന്ന സൈനിക വാർഡ്, ഇത് 4 പ്രദേശത്തുള്ള ബഹുമാനപ്പെട്ട മേയർ, ആറ്റിപ്പുറ സോണലിൽ 5 വാർഡുകളുണ്ട്. ഇതിൽ പള്ളിത്തുറ വാർഡില് കഴിഞ്ഞ നവംബർ തൊട്ട് നിരവധി പേര് ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോഴും എനിക്ക് കോള് വന്നിട്ടുണ്ട്. 2 മാസമായി കൊടുത്ത വാർദ്ധക്യ പെൻഷന് ഇതുവരെ ഒരു അറിവില്ല എന്ന് പറഞ്ഞിട്ട്. ഇതില് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് വെച്ചതിലും പള്ളിത്തുറ വാർഡിൽ നിന്ന് ഒരു വാർദ്ധക്യ പെൻഷനായിട്ട്, വിധവാ പെൻഷൻ ആയിക്കോട്ടെ, ഒരു പെൻഷന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. ഓക്കെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കിയിട്ടുള്ള കഴിഞ്ഞ ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉള്ളത് മുതൽ ഇന്ന് വരെയുള്ള 1 മുതൽ 214 അജണ്ടകൾ ഈ കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒന്ന്, ആറ്റുകാൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ ആദരിക്കുന്നതിനായിട്ടും അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് ഒരു ആദരവ് നൽകുന്നതിലേക്കായി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട എല്ലാ അംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ജഗതിയിലുള്ള RDR കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. എല്ലാ അംഗങ്ങളും ആ കാര്യത്തിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഓരോ കൗൺസിൽ അംഗങ്ങൾക്കും അവരുടെ കൗൺസിൽ പരിധിയിൽപ്പെട്ട 25 കുടുംബങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണവും അതോടൊപ്പം തന്നെ BP ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്നതിലേക്കായി സാധിക്കും. അത് കമ്പനി സ്പോൺസർ ചെയ്യുന്നതാണ്, നഗരസഭയുടെ ചെലവിലുള്ള കാര്യമല്ല. അത് ഇന്ന് 3 മണിക്ക് ഇവിടെ കൗൺസിൽ ലോഡ്ജിൽ ബഹുമാനപ്പെട്ട മേയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് എല്ലാ കൗൺസിൽ അംഗങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിൽ ഇഷ്ടമുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭരണത്തിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടതിൽ അവരുടെ ഭാഗത്ത് വഴുതക്കാട്, പാങ്ങോട്, ജഗതി ഭാഗത്ത് വീഴ്ചകൾ ഉള്ളതായിട്ട് വന്നില്ല. ഞാൻ കൗൺസിലറാണ്, എനിക്ക് പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പറയാം. ഞാൻ ഒരാടത്തും പരാതി പറഞ്ഞില്ല. പക്ഷേ പറഞ്ഞിരിക്കുന്ന വിഷയം കൗൺസിലർ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഒരു പരാതിയും പറഞ്ഞില്ല. ആ പറഞ്ഞിട്ട് അല്ല, ഒരു കാര്യം ഇടപെട്ട് പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തത വരും. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ശുചീകരണം നടത്തിയതിൽ ഒരു തൊഴിലാളിയുടെ ഭാഗത്തുനിന്നും ഒരു പാകപ്പിഴയും വന്നതായിട്ട് കൗൺസിൽ വിലയിരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പാകപ്പിഴയും ഒരു തൊഴിലാളിയുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എല്ലാ തൊഴിലാളികളും രാപകൽ പൊങ്കാലയ്ക്ക് 2 മാസം മുമ്പ് മുതൽ എല്ലാം തീരുന്നത് വരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും എല്ലാ കൗൺസിലർമാരും അധ്വാനിച്ചിട്ടുള്ളത്. ഇതാണ് ഈ കൗൺസിലറുടെ നിലപാട്. ഭരണസമിതി ഒരു സ്ഥലത്തും, അതുകൊണ്ടാണല്ലോ നാളെ അവർ ആദരിക്കാൻ വേണ്ടി ചടങ്ങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അംഗങ്ങൾ അഭിപ്രായം കൗൺസിലിനകത്ത് പ്രകടിപ്പിച്ചാൽ നന്നായിരിക്കും. ആ പശ്ചാത്തലത്തിൽ നിന്ന് വെച്ചാൽ ഇന്ന് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നു.
അടുത്ത ദിവസങ്ങളിൽ ഇതുമായി വിഷയം ബന്ധപ്പോൾ കുറെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു. സ്വാഭാവികമായും ഏത് ആൾക്കും തോന്നുന്നത് ഒരു നടപടിക്രമം നടന്നതിൽ വീഴ്ച ഉണ്ടാക്കിയ അങ്ങനെ തോന്നണ്ടെന്നാണ് ഞാൻ അതല്ല അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാര്യം അങ്ങനെ വിലയിരുത്തലില്ല. ശരി, അപ്പൊ അങ്ങനാണെങ്കിൽ അതായത് ബഹുമാനപ്പെട്ട അംഗം 2:30 മണിക്ക് 2:20 നിവേദ്യം കഴിഞ്ഞു. 2:35 ആയപ്പോഴേക്കും മേയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നും അതേസമയം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്തുകൊണ്ട് സ്പെൻസർ ജംഗ്ഷനിൽ നിന്നും പരിപാടി ആരംഭിക്കുന്നു. 8:30 മണിയായപ്പോഴേക്കും പ്രധാനപ്പെട്ട വീഥികളൊക്കെ ശുചീകരിക്കുന്നു. രാത്രി 2:10 എല്ലാ വർഷവും ചെയ്യുന്ന തരത്തിൽ എല്ലായിടവും ശുചീകരിക്കുന്നു. അപ്പോൾ ആരുടെയും ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വേഗത്തിൽ, മാത്രമല്ല നമ്മൾ വിറകും അടുപ്പും മറ്റു മാലിന്യങ്ങൾ മാറ്റിയോടൊപ്പം തന്നെ ചുടുകല്ലും മാറ്റുകയാണ്. രണ്ടും ഒരേ സമയം ചെയ്യുകയാണ്. ഇത്രയും വേഗത്തിൽ, റെക്കോർഡ് വേഗത്തിൽ ഇത്രത്തോളം ആൾക്കാർ വന്നിട്ടും ശുചീകരണം നടത്തിയ നമ്മളെ തൊഴിലാളികളെ നമ്മളൊക്കെ ചേർന്ന് അഭിനന്ദിക്കുകയാണ് ചെയ്യാനുള്ളത്. എല്ലാവരും, അതായത് ഈ ഒരു ദിവസത്തേക്ക് പലരെയും ശുചീകരണവുമായി ബന്ധപ്പെട്ട് മാറ്റിയിരുന്നു. അതായത് ഓഫീസിൽ നിന്ന് ഫീൽഡിലേക്ക് മാറ്റിയിരുന്നു. അവരെല്ലാവരും ജോലിക്ക് പോയി, എല്ലാവരും കഠിനാധ്വാനം ചെയ്തു. അതാണ് പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നഗരസഭയുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിച്ചുവെന്ന് തിരുവനന്തപുരം ജില്ലയുടെ ചാർജുള്ള ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട RDO കൊടുത്ത റിപ്പോർട്ട്, ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ച് RDO കൊടുത്ത റിപ്പോർട്ടിലും കൃത്യമായിട്ട് എല്ലാം ചെയ്തു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നന്നായിട്ട് അധ്വാനം ചെയ്ത തൊഴിലാളികളെ ചെയ്തില്ല എന്ന് അങ്ങ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സൂചിപ്പിക്കാം. ജഗതിയിലെ നിലവിൽ പ്രവർത്തിച്ചിരുന്ന HIയും JHIയും തിരിച്ചവിടെ തരണം. മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞോട്ടെ. ഒരു ലൈസൻസിന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ നടക്കുന്ന ഒരു വിഷയങ്ങളിലും ഒരു തരത്തിലും ഒരു അഴിമതിയും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് വ്യക്തമായി അറിയാം. ഞാൻ വളരെ അങ്ങനെ സാധാരണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഞാൻ വക്കാലത്തെടുക്കുന്ന ആളല്ല. പക്ഷെ ബോധ്യമുള്ള കാര്യങ്ങൾ കൗൺസിൽ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വക്കാലത്തെടുത്തതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. അവർ ഒരു തരത്തിലുള്ള അഴിമതിയും ചെയ്തിട്ടുള്ള വ്യക്തികളല്ല. മറിച്ച് നമ്മൾ നഗരസഭയുടെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ കൃത്യമായ ആ വിഷയങ്ങളിൽ വാർഡിൽ ഇടപെടുകയും ആ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള വാർഡുകളാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അത് വളരെ വേഗത്തിൽ വ്യാപിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ക്ലീനിങ് ഉൾപ്പെടെ നടന്നതുകൊണ്ട് തന്നെ അവരെ തിരിച്ചു തന്നില്ലെങ്കിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് പൂർണ്ണമായും എനിക്ക് കിട്ടിയ അറിവ് നെഗറ്റീവ്സ് ആണ്. ആരാണെന്ന് ഞാൻ പറയണില്ല. അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട സർക്കിള് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഞാൻ ആ ഉദ്യോഗസ്ഥയെ മോശമായി പറയുന്നതല്ല, പക്ഷെ റിപ്പോർട്ട് അതാണ്. അതുകൊണ്ട് കൃത്യമായി അത് പുനഃപരിശോധിച്ചുകൊണ്ട്, കാരണം അതിനോടൊപ്പം തന്നെ മേലുദ്യോഗസ്ഥർ വന്ന് വളരെ മോശമായി സംസാരിച്ചത് അവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുമുണ്ട്. അനാവശ്യമായി സ്ത്രീകളോട് അതിക്രമിച്ച് സംസാരിക്കുന്നതും മേലുദ്യോഗസ്ഥരൊന്ന് നിയന്ത്രിക്കണമെന്നും കൂടെ സൂചിപ്പിക്കുകയാണ്. പറയാം. അതായത് മേലുദ്യോഗസ്ഥർ എന്ന് ഉദ്ദേശിക്കുന്ന ഏത് ഘടകമാണെന്ന് നമുക്കൊക്കെ അറിയാം. സംസ്ഥാന സർക്കാർ ഇടപെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിയെ മാറ്റി പുതിയൊരാളിനെ നിയമിച്ചത് ഉൾപ്പെടെ ഒരു മേലുദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഒരു മാറ്റവും കോർപ്പറേഷൻ ഭരണസമിതി വരുത്തിയിട്ടില്ല. ഈ മേലുദ്യോഗസ്ഥരൊക്കെ തന്നെ പരിചയസമ്പന്നരാണ്, അനുഭവമുള്ളവരാണ്. മുൻ ഭരണസമിതിയുമായും ഇപ്പോഴത്തെ ഭരണസമിതിയായും 100% സഹകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥനെയും മേലുദ്യോഗസ്ഥരെ തമ്മിൽ സംസാരം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി അങ്ങ് പറഞ്ഞ ചിലരെ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. പലരും അവരുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ തന്നെ സൗകര്യപ്രദമായ സ്ഥലമാറ്റം ആവശ്യപ്പെട്ടാണ്, ജെന്യുവൻ ആയതുകൊണ്ടാണ് ചെയ്തത്. അഴിമതി എന്നുള്ള വാക്ക് അങ്ങ് ഇവിടെ ഉദ്യോഗസ്ഥരുമായിട്ട് കണക്ട് ചെയ്ത് പരാമർശിക്കാൻ പാടില്ലായിരുന്നു. അത്തരത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കരുത് കൗൺസിൽ എന്നുള്ളതാണ് കാര്യം. അങ്ങനെ അല്ല, അങ്ങയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഞാൻ പറയാം. പിന്നെ അങ്ങേക്ക് അവിടുത്തെ കൗൺസിലർ എന്നുള്ള അനുഭവ സമ്പത്തുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ പ്രവർത്തനത്തിൽ ഭാവിയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുന്നുള്ള ആശങ്കയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽത്ത് ചെയർമാനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇടപെട്ട് അക്കാര്യങ്ങൾ പരിഹരിച്ചു തരുമെന്നുള്ളതാണ് മേയർ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കുവാനുള്ളത്.